ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDF-നകത്ത് വലിയ പ്രതിസന്ധികൾ രൂപം കൊള്ളുകയാണ്. ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ട VS ജോയ് അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. നിലവിൽ പ്രചരിക്കുന്ന സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നയാളിൽ PV അൻവറിനും താല്പര്യക്കുറവുണ്ട്. ആ ഒരു അതൃപ്തി അദ്ദേഹം പരസ്യമായി തന്നെ അറിയിച്ചും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സങ്കീർണമായ സാഹചര്യത്തിലൂടെ സ്ഥാനാർത്ഥി നിർണയം UDF സ്ഥാനാർത്ഥി നിർണയം കൂടി കടന്നു പോകുന്നു തുടങ്ങിയ വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ ഇടഞ്ഞിരിക്കുകയാണ് PV അൻവർ. VS ജോയിയെ മത്സരിപ്പിക്കാൻ UDF-ന് മേൽ സമ്മർദ്ദം ശക്തമാക്കി. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കുമെന്ന സൂചനയും അൻവർ നൽകി. ആരെയെങ്കിലും MLA ആക്കാനല്ല താൻ രാജിവെച്ചതെന്നും PV അൻവർ പറഞ്ഞു. അതിനിടെ അതൃപ്തിയുമായി VS ജോയും നേതൃത്വത്തെ സമീപിച്ചു. തനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകാതിരിക്കുന്നതിന് ന്യായീകരണമില്ലെന്നാണ് ജോയിയുടെ നിലപാട്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് തനിക്ക് നൽകിയിരുന്നതാണ്. അത് പാലിക്കപ്പെടാത്തത് ന്യായമല്ലെന്നും ജോയ് നേതൃത്വത്തെ അറിയിച്ചു. ഇവിടെ ആരെങ്കിലും MLA ആക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനോ അല്ല രാജിവെച്ച്. പിണറായിസത്തിനെതിരമാണ് കേരളത്തിലെ ജനത എന്ന വോട്ടിംഗ് പാറ്റേണും വോട്ടുമാണ് നിലമ്പൂരിൽ വരേണ്ടത്. ഞാൻ ആരെങ്കിലും MLA ആക്കാൻ രാജിവെച്ചല്ല. വോട്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലാത്ത, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം. ഇപ്പത്തെ ഇക്വേഷൻ എന്താ? ഞാൻ എന്നും തൃപ്തനാണ്. UDF തീരുമാനിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? അവർക്ക് തീരുമാനിക്കാൻ അല്ല, അത് അവരുടെ തീരുമാനം. ഞാൻ UDF അല്ലല്ലോ. എല്ലാ പണി 98 MLA-മാരും മുഖ്യമന്ത്രിയും കുടുംബസമേതം വന്ന് താമസിച്ച് അവിടെ വോട്ടിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അന്തം വിട്ട ആലോചനകൾ നടക്കുന്നത്. അതേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. എനിക്കൊരു നിലപാടുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായ? അത് ആന്റി പിണറായിസാണ്. ആ ആന്റി പിണറായിസം പിണറായിയെ തോൽപ്പിക്കാനും, പിണറായിക്കെതിരെ ഇനിയിപ്പോ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായിക്കെതിരെ ഇവിടെ ഒരു വികാരമുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഞാൻ പോണ്ടെന്ന് ഞാൻ ആലോചിക്കും. നിലമ്പൂരിൽ നിന്ന് നിഷാദ് റാവുത്തർ കൂടെ ചേരുന്നുണ്ട്. നിഷാദ്, എന്തായാലും അൻവറിന്റെ വാക്കുകൾ രാവിലെ നമ്മൾ കേട്ടതാണ്. അതൃപ്തി മീഡിയ വണ്ണോട് തന്നെ പങ്കുവച്ചിരുന്നു. പിന്നീട് ആ വാർത്താ സമ്മേളനത്തിനും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പ്രകടമാകുന്നത് നിരാശയാണ്, ഉത്കണ്ഠയാണ്, അദ്ദേഹത്തിന് അതൃപ്തിയാണ്. എല്ലാ വികാരങ്ങളും അദ്ദേഹം പങ്കുവെക്കുകയാണ്. അന്തം വിട്ട ആലോചനകൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. നിലവിലെ പ്രചരിക്കുന്ന പേരുകൾ വാസ്തവമാണെങ്കിൽ ആ പ്രഖ്യാപനത്തിൽ അൻവറിന് കടുത്ത അതൃപ്തിയും നിരാശയും ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് ചില ഭീഷണികൾ കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഏറനാട്ട കാര്യമൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അവിടെ മത്സരിച്ചിരുന്നു. മാത്രമല്ല, തോറ്റാലും പിണറായിസത്തിനെതിരെയുള്ള ഒരു പ്രതിഫലനമാകണം എന്നുള്ള നിലയിലൊക്കെ വർത്തമാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നീക്കങ്ങൾക്ക് മുതിരുമോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും നിലനിൽക്കുന്നില്ലേ നിഷാദ്? ജിൽസി, അൻവർ എന്തെങ്കിലും കടുത്ത തീരുമാനത്തിലേക്ക് കടന്നേക്കും, അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നതുപോലെയുള്ള സംഗതികളെ UDF നേതൃത്വമോ കോൺഗ്രസോ സീരിയസ് ആയി എടുക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ വീടിന് മുമ്പിലാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ, അണികൾ തുടങ്ങിയ ആൾക്കാരെല്ലാം അവിടെയുണ്ട്. മാധ്യമങ്ങളുടെ വലിയ പട തന്നെയുമുണ്ട്. അൻവർ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലുള്ള ചില വാചകമൊക്കെ പറയുന്നു. അതൊരിക്കലും സംഭവിക്കുന്ന ഒന്നാണെന്നോ ഒരു സീരിയസ് ത്രെട്ടായിട്ട് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അൻവറിന് അതിലേതെങ്കിലും ഒരു ഫലം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അൻവർ LDF-ൽ നിന്ന് അല്ലെങ്കിൽ CPIM-ന്റെ അനുഭാവത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ചില രാഷ്ട്രീയമായ കാരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഇടതുപക്ഷ നയവുമായിട്ട് പോകാൻ പറ്റുന്നില്ല. അതിലെ ആഭ്യന്തര വകുപ്പ് പ്രശ്നമാണ്, അതിൽ PCC പോലുള്ള ആളുകൾ പ്രശ്നമാണ് പോലുള്ള ഇഷ്യൂസ് ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആ ഇഷ്യൂസിനെയാണ് CPIM-നകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ പിന്തുണച്ചിട്ടുള്ളത്. ആ ഇഷ്യൂസിനെയാണ് നിലമ്പൂരിലെ വോട്ടർമാർ സീരിയസ് ആയി എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് അൻവർ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള പരിധി കവിഞ്ഞിട്ടുള്ള സ്നേഹം എന്നതല്ല ഇവിടെ വർക്കാവാൻ പോകുന്ന കാര്യം. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അൻവർ ഒറ്റയ്ക്ക് മാറി എന്നൊരു തീരുമാനം എടുക്കുക, UDF-നെ ഈ ഘട്ടത്തിൽ കൈവിടാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് ഏതെങ്കിലും തരത്തിലൊരു വലിയ ഫാക്ടറായി നിലമ്പൂരിൽ പോകുമെന്ന് നമുക്കിപ്പോൾ അനലൈസ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അൻവർ ആ അബദ്ധത്തിലേക്ക് കാലെടുത്ത് വെക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നില്ല. ഇപ്പോഴും അൻവർ ഉയർത്തുന്ന ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്ന അൻവറിനെ കൺവിൻസ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട പലതരത്തിലുള്ള നിർബന്ധിതാവസ്ഥ ഇവിടെ UDF-ന്റെ കോൺഗ്രസിന്റെ മുമ്പിലുണ്ട്. ഓൾറെഡി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് കഴിഞ്ഞു. ഇത്രയും കാലം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പിതാവിന്റെ പാരമ്പര്യം തന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലെങ്കിൽ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ തനിക്ക് തന്റെ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മുഖത്ത് നോക്കാൻ കഴിയാത്ത നില വരും. അതുകൊണ്ട് പരിഗണിച്ചേ മതിയാവുന്ന സമ്മർദ്ദം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അതിനപ്പുറം തന്നെ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന ആളെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു തീരുമാനം എടുക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന ഈ സാമുദായിക സമവാക്യം, നേരത്തെ KC വേണുഗോപാൽ തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും സാമുദായിക സമവാക്യങ്ങളെയും പരിഗണിക്കുന്ന പാർട്ടിയാണ്, മറ്റെല്ലാ പാർട്ടികളെയും പോലെ.
എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അത്തരം സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുക എന്ന ഉത്തരവാദിത്വം ഇവിടെയുണ്ട്. KPCC-യുടെ പുനഃസംഘടന നാം കണ്ടു കഴിഞ്ഞതാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഇവിടെ വരുമ്പോൾ മുസ്ലിം മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല തീരുമാനം എടുക്കേണ്ടി വരുമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് തന്നെ ആളുകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് മുമ്പിൽ നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് നിർബന്ധിതമായ സാഹചര്യങ്ങൾ ആര്യാടനെ, ഈ രണ്ട് ഓപ്ഷനിൽ ആര്യാടനെ ചൂസ് ചെയ്യാനുണ്ട്. പക്ഷെ അതിനപ്പുറം പോയിട്ട് അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം, അൻവറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അൻവർ വ്യക്തിപരമായ എന്തെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങളുടെ ഇഷ്യൂ അല്ല. മറിച്ച് അൻവർ പറയുന്നത് CPM ഇവിടെ ഒരു വലിയ കളി കളിക്കാൻ പോവുകയാണ്, BJP ഇവിടെ മത്സരിക്കുന്നില്ല. നേരത്തെ തന്നെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപമാണ്. ഇപ്പൊ BJP മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് പറയുന്നു.